Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്ക് സീ ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്, അപ്പം ഒരു സാധാരണ ക്രിസ്മസിന്റെ സമയത്തേക്കാണ് കേക്ക് ഉണ്ടാക്കാറ്. അപ്പം അതിന് പകരം ഈസ്റ്റർ ആകുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 2 വലിയ ക്യാരറ്റ് എടുത്ത് സ്ലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുത്തതാണ്. അതായത് ക്യാരറ്റിന്റെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വാട്ടിയെടുത്തതാണ്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഉണ്ട്, കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാരപ്പൊടിയാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 200 ഗ്രാം ഉണ്ടാവും. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്തതാണ്. 8 മുട്ട എടുത്തിട്ടുണ്ട്. വാനില എസൻസ് വേണം. കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു പാൻ വെക്കാം. പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ കിട്ടും. അപ്പം 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയുമാണ് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയന്റ് എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഒരിക്കലും കേക്കിന് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ബേക്കിംഗ് പൗഡർ ധാരാളമാണ്. അപ്പം ബേക്കിംഗ് സോഡ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പം ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് 8 മുട്ട ബീറ്റ് ചെയ്യണം. 8 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിൽ 12 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 8 മുട്ട എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ പാനൊക്കെയാണ് ഉള്ളതെങ്കിൽ 8 മുട്ടന്റെ ആവശ്യമില്ല, 4 മുട്ട ധാരാളമാണ്. അപ്പൊ നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സ്പീഡ് തന്നെയാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ബീറ്റായി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കേക്കിന് വേണ്ട കൂട്ട് റെഡി ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇത് പ്രീഹീറ്റ് ആയി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് OTG 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റിന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രീഹീറ്റ് ആവട്ടെ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുട്ട ഫുള്ള് ബീറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യാം നമുക്ക്. നിങ്ങൾ കാണുന്നുണ്ടാവും 8 മുട്ട നല്ല രീതിയിൽ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കാരമൽ ഒഴിച്ചെടുക്കാം. ഫസ്റ്റ് ചെറിയൊരു സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ചെറിയ ഒരു 1 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ സ്പീഡ് വെച്ച് ബീറ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബീറ്റർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ കേക്ക് ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ബീറ്റർ ഉണ്ട്. പിന്നെ വലുതായത് കൊണ്ടാണ് ഞാൻ ഈ ബീറ്റർ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ചേർത്തിളക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് വേണ്ട ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റ് ആണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്. കാരണം ഡേറ്റ്സും ക്യാരറ്റും എല്ലാം വരുന്നത് കൊണ്ടും നട്ട്സ് ഒക്കെ വരുന്നത് കൊണ്ട് മക്കൾക്ക് ഹെൽത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ബബിൾസ് ഓൾറെഡി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബബിൾസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബബിൾസ് എല്ലാം കട്ടായി പോകും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 40 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ എഡിറ്റിങ്ങിനൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നല്ല. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ കൂടെ ഉണ്ടാവണം. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.